വരവെന്ന മൂവി കണ്ടിറങ്ങിയ ഒരു പയ്യന്റെ അവസ്ഥയാണ് നിങ്ങൾ ഇനി കേൾക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇറങ്ങുന്ന ഒരു സിനിമയും അത് ഡയറക്ടറിന്റെ പേരായിക്കോട്ടെ ആക്ടറിന്റെ പേരായിക്കോട്ടെ എന്ത് കണ്ടിട്ടാണെങ്കിൽ ഒരു എക്സ്പെക്ടേഷനും കൊടുത്ത് നമ്മൾ സിനിമയ്ക്ക് കയറാൻ പാടില്ല. അത് അത്രേ ഉള്ളൂ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ കണ്ട വരവെന്ന സിനിമ ജോർജ് ജോർജും ഷാജി കൈലാസും കൂടെ ഒന്നിച്ച് ചെയ്തൊരു സിനിമ, അത് അത്രത്തോളം പവർഫുൾ സാധനമായിരിക്കും എന്നുള്ള ഇമ്പാക്റ്റ് നമ്മുടെ ഉള്ളിൽ തന്നെ കിട്ടി. അത് കണ്ടിട്ടാണ് നമ്മൾ അത് ഇമാജിനേഷനിൽ ചിന്തിച്ചിട്ടാണ് സിനിമയ്ക്ക് കയറിയിരിക്കുന്നത്. പക്ഷേ സിനിമ കണ്ട് തീർന്നപ്പോഴാണ് മനസ്സിലായത് ഇറ്റ്സ് ഓൺലി എ ആവറേജ് മൂവി. ഇത് വെറും ഒരു ആവറേജ് മൂവി ആവാനുള്ള കാരണം ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ സ്റ്റോറി എന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം ഇതൊരു കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ജനിക്കേണ്ട ഒരു സ്റ്റോറിയാണ്, ജനിച്ചിട്ടുള്ള സ്റ്റോറി. അതിനെ തന്നെയാണ് കുറച്ചൊന്ന് രൂപമാറ്റങ്ങളൊക്കെ വരുത്തി ഇപ്പോഴും കൊണ്ടെത്തിച്ചിരിക്കുന്നത്. പക്ഷേ ഇന്നത്തെ കാലത്ത് കാണുന്നവരുണ്ട്, ഇത് ഇഷ്ടപ്പെടുന്നവരുണ്ട്, ഓക്കെയാണ്. എന്നാൽ പോലും കുറച്ചും കൂടി ഒരു ഇമ്പാക്റ്റ് കിട്ടുന്ന രീതിയിലൊക്കെ ചെയ്തെടുക്കായിരുന്നു. ഷാജി കൈലാസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ഒരു പവറൊക്കെ പ്രതീക്ഷിക്കില്ലേ. പക്ഷേ ജോർജ് നിരാശപ്പെടുത്തിയിട്ടില്ല. അയാൾ അന്നും ഇന്നും കാണുന്ന പോലെ തന്നെ കിൻഡൽ സാധനമാണ്. അങ്ങനെ ഒരു കാട്ടാനയാണ്. അങ്ങനെ അടുത്ത് അടിക്കണേ കാണുമ്പോഴേ വേറെ ഏത് ആക്ടർ അടിക്കണ കണ്ടാലും നമുക്കൊരുമാതിരി ക്രിഞ്ച് അടിക്കും. പക്ഷേ ഇങ്ങനെ അടുത്ത് അടിക്കണം മറ്റേ ആന തുമ്പിക്കെ ചുരുട്ടിയിട്ട് അടിക്കുന്ന അടിയുണ്ടല്ലോ, അതേ ഇമ്പാക്റ്റാണ് കിട്ടുന്നത്. പിന്നെ ഒരു കാര്യം, ഇതൊരു സ്പോയിലറാണ്. പക്ഷേ സിനിമ കാണാൻ പോകുന്നവർക്ക് ഇത് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് ഞാൻ പറയാം, വർഷങ്ങൾക്ക് മുമ്പുള്ള സിനിമ തൊട്ടേ കാണുന്ന ഒരു കാര്യമാണ് മറുകണ്ഠം ചാടുക. കൂടെ നിൽക്കുന്ന ഒരാൾ നേരെ ഓപ്പോസിറ്റ് ടീമിലോട്ട് ചാടുന്ന ഒരു കാര്യം. പക്ഷേ അത് ഇതിലും കാണാൻ സാധിക്കും. പക്ഷേ അവ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് ഈ സിനിമ തീർന്നിട്ട് പോലും റീസണേ ഇല്ല. അതെന്താണെന്ന് മാത്രമേ എനിക്കൊരു തോന്നിയിട്ടുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ സിനിമയെ പറ്റി പറയാനുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ നിങ്ങൾ സിനിമ കണ്ടൊരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായും ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായം കമന്റ് ബോക്സിൽ അറിയിക്കണം. സംഭവം നിങ്ങൾക്ക് എന്തൊക്കെയാണ് തോന്നിയത് നമുക്ക് കൂടെ ഒന്ന് അറിയാൻ വേണ്ടിയാണ്. ഓക്കെ, ബൈ.